നമ്മളൊക്കെ സാധനങ്ങൾ മേടിക്കുമ്പോൾ കയ്യിൽ നിന്ന് ഇങ്ങനെ കാശ് കൊടുത്തിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ? എന്നാൽ ഇപ്പം അങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നത്? സാധ്യത വളരെ കുറവാണ്. കാരണം എല്ലാവരും കാർഡ് ഉപയോഗിച്ചുള്ള ട്രാൻസാക്ഷൻ ചെയ്യുന്ന ആളുകളാണ്. അതേപോലെ തന്നെ ഗൂഗിൾ പേ ഉപയോഗിച്ചിട്ട് ഇതേപോലെ നമ്മൾ QR കോഡൊക്കെ സ്കാൻ ചെയ്തിട്ടൊക്കെ കാശ് കൊടുക്കാറുണ്ടല്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ഒരാൾക്ക് നമ്പർ മാറി അയക്കാം, അല്ലെങ്കിൽ തെറ്റായിട്ട് ഇതുപോലെ സ്കാൻ ചെയ്തിട്ടൊക്കെ കാശ് പോയി നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോവും. ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ടല്ലേ? അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇതേപോലെ ഒരു ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ ചെയ്തപ്പോൾ എനിക്ക് ഇതുപോലെ മെസ്സേജാണ് വന്നത്, വെയിറ്റിംഗ് ഫോർ പേയ്മെൻറ്റ് കൺഫർമേഷൻ ഫ്രം റിസീവേഴ്സ് ബാങ്ക്. അപ്പം ഞാൻ വേഗം എൻ്റെ ബാങ്കിൻ്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കാശ് പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയൊക്കെ ഇഷ്യൂസ് വരുമ്പോൾ എന്ത് ചെയ്യണം എന്നാണ് നമ്മളിത് വീഡിയോയിൽ പറയാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് ആദ്യം ഗൂഗിൾ എടുക്കാം. ഗൂഗിൾ എടുത്തിട്ട് NPCIയുടെ UPI ഡിസ്പ്യൂട്ട് റിഡ്രസൽ മെക്കാനിസം എന്ന ഈ ഒരു വെബ്സൈറ്റാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിൽ ആദ്യം കാണുന്ന ലിങ്ക് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാൻ വേണ്ടി കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എൻഡ് യൂസേഴ്സിന് വരുന്ന ഇഷ്യൂസുകളൊക്കെ എങ്ങനെയാണ് ഇവിടെ കംപ്ലൈൻ്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ളൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ ഓരോന്നോരോന്നായി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് വരുന്ന നോർമൽ കംപ്ലയിൻസ് ഒക്കെ ഇവിടെ കൊടുക്കാൻ പറ്റും. അതായത് നമുക്ക് പല രീതിയിലും കംപ്ലയിൻറ്റ് വരാറുണ്ടല്ലേ, നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പറ്റിക്കുന്ന വരെ ടീമുകളുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ കംപ്ലയിൻറ്റ് ഇവിടെ കൊടുക്കാൻ പറ്റും. നോർമലി നമ്മുടെ കയ്യിൽ നിന്ന് തെറ്റായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഫസ്റ്റ് നമുക്ക് ട്രാൻസാക്ഷൻസ് എന്നുള്ളൊരു ഇത് കാണാം. ഈ ട്രാൻസാക്ഷൻസ് എന്നുള്ളത് നമ്മൾ ഇത് സെലക്ട് ചെയ്യുക. ഇവിടെ പ്ലസ് കണ്ടില്ലേ, ഒന്ന് മൈനസ് ആക്കിയാൽ മതി. ഇനി നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ കണ്ടില്ലേ നിങ്ങൾ, ഇവിടെ രണ്ട് രീതിയിൽ ട്രാൻസാക്ഷൻ കാണിക്കും. പേഴ്സൺ ടു പേഴ്സണും ഉണ്ട്, പേഴ്സൺ ടു മെർച്ചൻ്റും ഉണ്ട്. അപ്പോൾ ഞാനിത് ഷോപ്പിൽ നിന്ന് മേടിച്ചതായതുകൊണ്ട് പേഴ്സൺ ടു മെർച്ചൻ്റ് കൊടുക്കുകയാണ്. ഇനി ഇഷ്യൂ ടൈപ്പ്, ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോയി, നമ്മുടെ കൊടുക്കേണ്ട ആൾ കിട്ടും ചെയ്തില്ല, അതാണെങ്കിൽ നമ്മൾ ഒന്നാമത്തെ സെലക്ട് ചെയ്യാം. ട്രാൻസാക്ഷൻ ഫെയിൽ ആയിട്ടുണ്ട്, പക്ഷേ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കാശ് പോയി, അങ്ങനെ രണ്ടാമത്തെ കൊടുക്കാം. നമ്മൾ തെറ്റായിട്ട് ട്രാൻസ്ഫർ ആയി കൊടുത്ത് വേറൊരു അക്കൗണ്ടിലേക്ക്, അത് 3 കൊടുക്കാം. അതേപോലെ തന്നെ ടൈം ഔട്ട് ആവുന്ന ട്രാൻസാക്ഷൻ 4 കൊടുക്കാം. അതുപോലെ നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിക്കുന്ന കള്ളന്മാരുണ്ടല്ലോ, അവർ പറ്റിച്ചെന്ന് നമ്മുടെ ആ രീതിയിലൊക്കെ വരികയാണെങ്കിൽ ഫ്രോഡ്ലൈൻ ട്രാൻസാക്ഷൻ കൊടുക്കാം. അപ്പോൾ ഏത് രീതിയിലാണ് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോയി എന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് അവിടെ കൊടുക്കാം. ഇനി ഒരു കമൻറ്റും കൂടി കൊടുക്കാണ്ട്, ഒരു 500 ക്യാരക്ടറിൽ കുറവായിട്ടുള്ളൊരു കമൻറ്റ് കൊടുക്കാം. അപ്പോൾ ഇവിടെ എനിക്ക് സംഭവിച്ചത് എൻ്റെ കയ്യിൽ നിന്ന് കാശ് പോകാനുണ്ടായത്, അതുപോലെ നമ്മുടെ മർച്ചൻറ്റിൻ്റെ അക്കൗണ്ടിൽ കാശ് കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് കാണിച്ച എൻ്റെ GPayയിൽ കാണിച്ച ആ ഒരു മെസ്സേജാണ് ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ വെയിറ്റിംഗ് ഫോർ പേയ്മെൻറ്റ് കൺഫർമേഷൻ ഫ്രം ദ റിസീവേഴ്സ് എൻഡ് എന്നുള്ളൊരു മെസ്സേജാണ് എനിക്ക് കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് മെസ്സേജ് കാണിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളത്, ആ ഒരു കമൻറ്റ് ഒരു 500 ക്യാരക്ടറിൽ കുറവുള്ള രീതിയിൽ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്, അത് കൊടുക്കാം. ഇനി ട്രാൻസാക്ഷൻ ID, ഈ ട്രാൻസാക്ഷൻ ID നമ്മുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിൽ നിന്ന് കിട്ടും. അപ്പോൾ ഗൂഗിൾ പേ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഉണ്ട്. അതിൽ നിന്ന് നമ്മുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നമ്പർ ഇവിടെ കൊടുക്കാം, ID നമ്പർ കൊടുക്കാം. ഇനി നമ്മൾ കൊടുക്കേണ്ടത് ബാങ്കാണ്, ഏത് ബാങ്ക് എന്നാണ് നമ്മുടെ കാശ് പോയത്. ഇനി അതേപോലെ തന്നെ UPI ID വേണ്ടിയിട്ട് തൊട്ട് താഴെയുണ്ട്. UPI ID ഇപ്പോൾ ഇതേപോലെ ഈ മൊബൈൽ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ ഈ രീതിയിൽ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് UPI ID കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് കൊടുക്കേണ്ടത് നമ്മുടെ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കൂടെയാണ്. അപ്പോൾ നമ്മുടെ ആപ്പൊക്കെ ഉള്ള ആളുകൾ, ബാങ്കിൻ്റെ ആപ്പൊക്കെ ഉള്ള ആളുകൾക്ക് അതിൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു PDF ഫയലും കൂടി നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കലിൻ്റെ സ്റ്റെപ്സ് കഴിഞ്ഞു. അപ്പോൾ ഇതേപോലെ കാശ് നിങ്ങളുടെ കയ്യിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കംപ്ലയിൻറ്റ് കൊടുക്കാം, ബാങ്കിലൊന്ന് ഇൻഫോം ചെയ്യാം. അതേപോലെ തന്നെ ഇവരുടെ ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്, ഗൂഗിൾ പേയുടെ ഹെൽപ്പ് ലൈൻ നമ്പറിലൊക്കെ ഒന്ന് വിളിച്ച് സംസാരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാശ് തിരിച്ചു കിട്ടും കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ആക്കാനും മറക്കരുത് കേട്ടോ. വീണ്ടും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.